ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് നിഷാർ, ഗ്ലോബൽ ഹൗസിംഗ് ടെക്നോളജി ചാലഞ്ച്, പൈറേസ് പോർട്ട്, FSDC, ഹീലിയം സ്റ്റാർ, ഫിനാൻഷ്യൽ ഡെവല്യൂഷൻ എമംഗ് സ്റ്റേറ്റ്സ്, 100% FDI ഇൻ സ്പേസ് സെക്ടർ, പ്ലേസസ് ഇൻ ന്യൂസ് ആയിട്ട് ചുഷുൽ. അപ്പോൾ അതിനകത്ത് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിഷാറിനെ കുറിച്ചാണ്. ഈ നിഷാറിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ 2 ദിവസം മുമ്പാണ് ഇന്ത്യൻ നേവിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന മിലാൻ എക്സസൈസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ മിലാൻ എക്സസൈസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു ന്യൂസിനകത്ത് ഈ പ്രോസ്പെരിറ്റിക്ക് വേണ്ടിയിട്ട് സൗഹൃദ രാജ്യങ്ങളുടെ നേവീസ് നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഡിഫൻസ് മിനിസ്റ്ററുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 6 അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നിഷാറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഈ നിഷാർ എന്ന് പറയുന്നത് ഇന്ത്യൻ നേവി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആണെന്ന് മനസ്സിലാക്കുക. ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ഇന്ത്യയുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന നേവീസുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ നേവീസിൻ്റെ ഇടയിൽ ഇൻഫർമേഷൻ ഷെയറിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ഇന്ത്യൻ നേവി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് നിഷാർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പർപ്പസ് അല്ലെങ്കിൽ ഇതുകൊണ്ടുള്ള മറ്റൊരു ഉപകാരം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതിനോട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിനകത്തുള്ള മിത്ര ടെർമിനലിലൂടെ ഫ്രണ്ട്ലി നേവീസ് തമ്മിൽ ഇൻഫർമേഷൻസ്, ഫ്രണ്ട്ലി നേവീസിൻ്റെ ഷിപ്പുകൾ തമ്മിൽ ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ മിത്ര ടെർമിനൽ എന്ന് പറയുന്നത് ഒരു പ്ലഗ് ആൻഡ് പ്ലേ ആർക്കിടെക്ചറായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് ഈ പറയുന്ന കമ്മ്യൂണിക്കേഷനും അതുപോലെ തന്നെ ഡാറ്റ എക്സ്ചേഞ്ചിനൊക്കെ വളരെ എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ഈ മിത്ര ടെർമിനൽ എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ഗ്ലോബൽ ഹൗസിംഗ് ടെക്നോളജി ചാലഞ്ച് ആണ്. ഈ ഗ്ലോബൽ ഹൗസിംഗ് ടെക്നോളജി ചാലഞ്ചിനെ കുറിച്ച് ഇന്നത്തെ ഹിന്ദുവിൻ്റെ എഡിറ്റോറിയൽ പേജിനകത്ത് ബിയോണ്ട് ഷെൽട്ടർ ഡോലർ നീഡ് വിത്തിൻ ദ 4 walls എന്ന് പറഞ്ഞിട്ട് ഒരു ആർട്ടിക്കിൾ ഹിന്ദു പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് പറയുന്നൊരു കാര്യമാണ് ഈ ഗ്ലോബൽ ഹൗസിംഗ് ടെക്നോളജി ചാലഞ്ച് എന്ന് പറയുന്നത്. ഈ ഗ്ലോബൽ ഹൗസിംഗ് ടെക്നോളജി ചാലഞ്ച് അല്ലെങ്കിൽ GHTC എന്ന് പറയുന്നത് 2019 ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് കൺസെപ്ച്വലൈസ് ചെയ്ത് 2019 പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ്റെ ഭാഗമായിട്ട് PMAY അർബൻ്റെ ഭാഗമായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഇനീഷ്യേറ്റീവ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു ലക്ഷ്യമായിട്ട് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ 2022 ആകുമ്പോഴേക്കും 2 കോടി ഹൗസസ്, അഫോർഡബിൾ ആയിട്ടുള്ള ഹൗസസ് ബിൽഡ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സ്പീഡപ്പ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഇതിൻ്റെ ഒരു ലക്ഷ്യമായിട്ട് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഇത് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഹൗസിംഗ് പ്രൊജക്റ്റുകൾക്ക് വേണ്ടിയിട്ട് നിലവിലുള്ള പ്രൂവൺ ആയിട്ടുള്ള ടെക്നോളജീസിനെ കണ്ടെത്തുക, അതിനെ പ്രൊമോട്ട് ചെയ്യുക. അതുകൂടാതെ പുതിയ ടെക്നോളജീസ്, ഇങ്ങനെയുള്ള ഹൗസിംഗ് ആൻഡ് ഈ അഫോർഡബിൾ ആൻഡ് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഹൗസിംഗ് ആക്സലറേറ്റേഴ്സ് അല്ലെങ്കിൽ ആഷ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പുതിയ ടെക്നോളജീസൊക്കെ ഡെവലപ്പ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ മറ്റുള്ള എയിംസ് ആയിട്ട് പറയുന്നത്. ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് പൈറേസ് പോർട്ടിനെ കുറിച്ചാണ്. ഈ പൈറേസ് പോർട്ടിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ കാരണം, നമ്മുടെ ഇന്ത്യ 2023 ഇന്ത്യയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ടായിരുന്ന G20 സമ്മിറ്റിൻ്റെ സമയത്ത് അനൗൺസ് ചെയ്തിട്ടുള്ള, ഇന്ത്യയൊക്കെ ഒരു മെയിൻ പാർട്ടിസിപ്പൻ്റ് ആയിട്ട് അനൗൺസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ അല്ലെങ്കിൽ IMEC എന്ന് പറയുന്നത്. അപ്പോൾ ഈ IMECയുടെ ഭാഗമായിട്ട് പ്രധാനപ്പെട്ട പങ്കുവഹിക്കാൻ സാധ്യതയുള്ളൊരു രാജ്യമാണ് ഗ്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രീസിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളൊരു പോർട്ടാണ് ഈ പറയുന്ന പൈറേസ് പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ പൈറേസ് പോർട്ട് എന്ന് പറയുന്നത് ഗ്രീസിൻ്റെ സദേൺ പാർട്ടിലായിട്ട് ഒരു സറോണിക് ഗൾഫ് എന്ന് പറയുന്ന ഒരു വാട്ടർ ബോഡി ഉണ്ട്. അത് ഏജിയൻ സീയുടെ വെസ്റ്റേൺ കോസ്റ്റിലായിട്ടാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു പോർട്ടാണ് ഈ പൈറേസ് പോർട്ട് എന്ന് പറയുന്നത്. ഗ്രീസിലെ ഏറ്റവും വലിയ പോർട്ടും യൂറോപ്പിലെ വൺ ഓഫ് ദി ലാർജസ്റ്റ് പോർട്ടുമാണിത്. ഈ പോർട്ടിനെ ഓൺ ചെയ്യുന്നത് ഒരു ഗ്രീസിൽ തന്നെയുള്ള ഗ്രീസ് ഗവൺമെൻറ്റിൻ്റെ കൺട്രോളാണ്, അല്ലെങ്കിൽ അവരാണ് ഇതിൻ്റെ ഓണർഷിപ്പിലുള്ളത്. ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് പൈറേസ് പോർട്ട് അതോറിറ്റി എന്ന് പറയുന്ന പോർട്ട് അതോറിറ്റിയാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഈ പൈറേസ് പോർട്ടിൻ്റെ മെജോറിറ്റി ഷെയർസും ഓൺ ചെയ്യുന്നത് ചൈന ബേസ് ചെയ്തിട്ടുള്ള കോസ്കോ എന്ന് പറയുന്ന ഷിപ്പിംഗ് കമ്പനിയാണ്. അപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ 3ാമത്തെ കണ്ടെയ്നർ ഷിപ്പിംഗ് കമ്പനിയാണ് ഈ കോസ്കോ എന്ന് പറയുന്നത്. അവരാണ് ഈ പൈറേസ് പോർട്ട് അതോറിറ്റിയുടെ ഷെയറിനകത്ത് മെജോറിറ്റിയും ഓൺ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ പൈറേസ് പോർട്ടൊക്കെ ഈ പറയുന്ന ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോറിൻ്റെ ഒരു മേജർ പാർട്ടായിട്ട് മാറും എന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത്. ഇനി അടുത്ത ടോപ്പിക്ക് FSDC ആണ്. FSDCയെ കുറിച്ച് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ കാരണം,
ഇല്ലീഗൽ ലെൻഡിങ് ആപ്സുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഇല്ലീഗൽ ലെൻഡിങ് ആപ്സിനെ കുറിച്ച് FSDC പരിശോധനകൾ നടത്തുന്ന രീതിയിലൊരു വാർത്ത ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 16 അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് FSDCയെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ FSDC എന്ന് പറയുന്നത് ഈ ഇന്ത്യയുടെ ഫിനാൻഷ്യൽ സെക്ടറിനെ മൊത്തത്തിൽ റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫോം ചെയ്തിട്ടുള്ള ഒരു ഹൈ ലെവൽ ബോഡിയാണ് FSDC എന്ന് പറയുന്നത്. 2008 അന്നത്തെ രഘുരാം രാജൻ കമ്മിറ്റി റെക്കമെൻഡേഷൻ്റെ അടിസ്ഥാനത്തിൽ 2008 വന്നിട്ടുണ്ടായിരുന്ന രഘുരാം രാജൻ കമ്മിറ്റി റെക്കമെൻഡേഷൻ്റെ അടിസ്ഥാനത്തിൽ 2010 ഇന്ത്യൻ ഗവൺമെൻറ് അന്ന് പ്രണബ് മുഖർജി ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. സോ ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ഒന്നും അല്ല എന്ന് മനസ്സിലാക്കുക. അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങളൊന്നുമില്ല. ഇതൊരു ഗവൺമെൻറ്റൽ ഓർഡറിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിൽ വന്നിട്ടുള്ള ഒരു ബോഡിയാണ്. സോ ഈ 2008 ഒരു പ്രാധാന്യം മനസ്സിലാക്കുക. 2008 നമ്മുടെ ആഗോള സാമ്പത്തിക മാന്ദ്യം അല്ലെങ്കിൽ ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസ് നടക്കുന്നത്. സോ അപ്പോൾ ആ ഫിനാൻഷ്യൽ ക്രൈസിസിന് സിമിലർ ആയിട്ടുള്ള ക്രൈസിസുകൾ വരാതിരിക്കുക, അതിനെ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് FSDCയുടെ ഒരു ലക്ഷ്യമായിട്ട് പറയുന്നത്. ഇനി ഇതിൻ്റെ മറ്റുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യക്കകത്ത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക, ഇന്ത്യയുടെ ഫിനാൻഷ്യൽ സെക്ടറിനെ ഡെവലപ്പ് ചെയ്യുക, അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള റെഗുലേഷൻസിനെ കോർഡിനേറ്റ് ചെയ്യുക, ഈ എക്കണോമിക് മാക്രോ പ്രൊഡൻഷ്യൽ റെഗുലേഷൻസിനെയൊക്കെ മോണിറ്റർ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് FSDCയുടെ ലക്ഷ്യങ്ങളായിട്ട് പറയുന്നത്. ഇതിനെ ചെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ FSDCയുടെ തലപ്പത്തിരിക്കുന്നത് യൂണിയൻ മിനിസ്റ്റർ ഫോർ ഫിനാൻസ് ആൻഡ് കോർപ്പറേറ്റ് അഫയേഴ്സ് ആയിരിക്കും. ഇതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് നിലവിൽ നിർമ്മല സീതാരാമൻ, നമ്മുടെ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള നിർമ്മല സീതാരാമനാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത്. സോ ഇവർക്കൊരു സെപ്പറേറ്റ് ബഡ്ജറ്റും കാര്യങ്ങളൊന്നുമില്ല. ബേസിക്കലി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ അലോക്കേഷൻസിൻ്റെ കീഴിൽ അല്ലെങ്കിൽ ഫിനാൻസ് മിനിസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അലോക്കേഷൻ്റെ കീഴിലാണിത് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കി. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ഹീലിയം സ്റ്റാറിനെ കുറിച്ചാണ്. സോ ഈ ഹീലിയം സ്റ്റാറുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിൻ്റെ സയൻസ് പേജിനകത്ത് വലിയൊരു ആർട്ടിക്കിൾ തന്നെ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആസ്ട്രോണമേഴ്സ് ഫൈൻഡ് ദ സ്മാൾ ഹോട്ട് ഹീലിയം സ്റ്റാർസ് ദേ വെർ ലുക്കിംഗ് ഫോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൈറ്റിലിൽ ഒരു വലിയൊരു ആർട്ടിക്കിൾ ഹിന്ദു സയൻസിനകത്ത് അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഹീലിയം സ്റ്റാർസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഹീലിയം സ്റ്റാർസ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ക്ലാസ് O അല്ലെങ്കിൽ ക്ലാസ് B സ്റ്റാർസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്ന സ്റ്റാർസ് ആണ്. അപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഹീലിയം ലൈൻസ് ഉള്ള പക്ഷേ വീക്കർ ആയിട്ടുള്ള ഹൈഡ്രജൻ ലൈൻസ് ഉള്ള സ്റ്റാറുകളാണ് ഹീലിയം സ്റ്റാറുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളതുകൊണ്ട് തന്നെ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള സ്റ്റെല്ലാർ വിൻഡുകളും അതുപോലെ തന്നെ ഔട്ടർ എൻവലപ്പുകളുടെ നഷ്ടവും ഇങ്ങനെയുള്ള ഹീലിയം സ്റ്റാറുകൾക്ക് ഉണ്ടാവും എന്ന് മനസ്സിലാക്കുക. സോ ഈ ഹീലിയം സ്റ്റാറുകൾക്കകത്ത് പ്രധാനപ്പെട്ട ഒരു ടൈപ്പ് ഓഫ് സ്റ്റാറുകളാണ് എക്സ്ട്രീം ഹീലിയം സ്റ്റാറുകൾ അല്ലെങ്കിൽ EHE എന്ന് പറയുന്നത്. സോ അപ്പോൾ ഇവരുടെ സ്പെക്ട്രക്കകത്ത് ഒരു തരത്തിലും ഹൈഡ്രജൻ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നേരത്തെയുള്ള 2 ഹീലിയം വൈറ്റ് ഡോർഫുകൾ ചേർന്നുകൊണ്ട് മേർജ് ചെയ്തിട്ടായിരിക്കും ഈ എക്സ്ട്രീം ഹീലിയം സ്റ്റാറുകൾ ഫോം ചെയ്തിട്ടുണ്ടാവുക എന്നാണ് പറയാറുള്ളത്. ഓക്കെ, സോ ഇനി അതുപോലെ തന്നെ ഹീലിയം സ്റ്റാർസിനെ മറ്റുള്ള സ്റ്റെല്ലാർ ഒബ്ജക്റ്റുകളായിട്ട് ട്രാൻസ്ഫോം ചെയ്യാനും പറ്റും എന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തതായിട്ട് നമുക്കൊരു മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂ ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്കാണ് ഫിനാൻഷ്യൽ ഡെവല്യൂഷൻ എമംഗ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ ന്യൂസിൽ കാണുന്നൊരു കാര്യമാണ്. എസ്പെഷ്യലി സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളൊക്കെ സെൻട്രൽ ഗവൺമെൻറ് അവരെ വലിയ രീതിയിൽ ഫിനാൻഷ്യലി ചോക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഫിനാൻഷ്യലി അവർക്ക് കൊടുക്കേണ്ട ഷെയർ ഒന്നും കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ വലിയ രീതിയിൽ ഡെവല്യൂഷനകത്തൊരു ഡിസ്ക്രിമിനേഷൻ സദേൺ സ്റ്റേറ്റുകളൊക്കെ ഫേസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രശ്നം എസ്പെഷ്യലി കേരള, തമിഴ്നാടൊക്കെ പോലുള്ള സദേൺ സ്റ്റേറ്റുകൾ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ഈ സദേൺ സ്റ്റേറ്റുകൾ മാത്രമല്ല, ഇത്തരത്തിൽ ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളും അവർ സെൻട്രൽ ഗവൺമെൻറ്റിന് കൊടുക്കുന്ന ടാക്സിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് റിട്ടേൺസ് അവർക്ക് കിട്ടുന്നില്ല, ചില സ്റ്റേറ്റുകൾക്ക് ഡിസ്പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് കിട്ടുന്നു എന്നൊക്കെയുള്ളൊരു പ്രശ്നം പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 10 ഈ ഒരു ഫിനാൻഷ്യൽ ഡെവല്യൂഷൻ എമംഗ് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് വലിയൊരു ആർട്ടിക്കിൾ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും പറ്റുമെങ്കിലും ഒന്ന് വായിക്കുക, നമ്മുടെ മെയിൻസിനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും ഈ ഒരു ആർട്ടിക്കിൾ. അപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഒപ്പോസിഷൻ സ്റ്റേറ്റുകൾ എസ്പെഷ്യലി സദേൺ സ്റ്റേറ്റുകൾ അവർക്ക് ഇക്വിറ്റബിൾ ആയിട്ടുള്ള ഒരു ഷെയർ സെൻട്രൽ ടാക്സിൽ നിന്ന് ഡിവിസിബിൾ പൂളിൽ നിന്ന് കിട്ടുന്നില്ല എന്നുള്ള ഒരു പരാതി പറയുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ഡെവല്യൂഷൻ്റെ ഒരു ബേസിക് ഐഡിയ മനസ്സിലാക്കുക. അതായത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് നിങ്ങൾക്കറിയാം, നമ്മുടെ ഇന്ത്യയിൽ ഈ സെൻട്രൽ ഗവൺമെൻറ്റിനാണെങ്കിലും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനാണെങ്കിലും അവരുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗം എന്ന് പറയുന്നത് ടാക്സ് ആണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഈ 7th ഷെഡ്യൂൾ അനുസരിച്ച് യൂണിയൻ ലിസ്റ്റിലും സ്റ്റേറ്റ് ലിസ്റ്റിലും കൺകറൻറ്റ് ലിസ്റ്റിലും ഒക്കെ ആയിട്ട് കുറച്ച് ടാക്സബിൾ ഐറ്റംസ് പറയുന്നുണ്ട്. അപ്പോൾ നോർമലി ഉള്ളതുപോലെ സ്റ്റേറ്റ് ലിസ്റ്റിൽ പെടുന്ന ടാക്സുകൾ സ്റ്റേറ്റിനും യൂണിയൻ ലിസ്റ്റിൽ പെടുന്ന ടാക്സുകൾ യൂണിയനും, കൺകറൻറ്റ് ലിസ്റ്റ് ആണെങ്കിൽ 2 കൂട്ടർക്കും അതിനകത്ത് നിയമം നിർമ്മിക്കാൻ പറ്റുന്നതാണ്.
പക്ഷേ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ശരിക്കും ഈ ടാക്സുകളുടെ അലോക്കേഷൻ നടത്തിയേക്കുന്നത്, അതായത് ഈ 3 ലിസ്റ്റുകളിലായിട്ട് അലോക്കേഷൻ നടത്തിയേക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ടാക്സിങ് പവേഴ്സ് എല്ലാം തന്നെ യൂണിയൻ ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സ്റ്റേറ്റുകൾക്കുള്ള ടാക്സിങ് പവേഴ്സ് വളരെ ലിമിറ്റഡ് ആണ്. അതായത് സബ്ജക്റ്റുകൾ ഉണ്ടെങ്കിലും അതിലൂടെ കിട്ടുന്ന വരുമാനം വളരെ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റേറ്റുകൾക്ക് ഒരിക്കലും അവരുടെ സ്വന്തം വരുമാനം കൊണ്ട് ജീവിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ സ്റ്റേറ്റുകളുടെ കാര്യങ്ങൾ നടത്താൻ പറ്റില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നം അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് അതിനുള്ളൊരു സൊല്യൂഷനായിട്ട് പറയുന്നതാണ് സെൻട്രൽ ഗവൺമെൻറ് കളക്ട് ചെയ്യുന്ന ടാക്സ്, അല്ലെങ്കിൽ യൂണിയൻ ലിസ്റ്റിൽ പെടുന്ന ടാക്സുകൾ സെൻട്രൽ ഗവൺമെൻറ്റിന് മാത്രമായിട്ട് എടുക്കാൻ പറ്റില്ല, അത് സ്റ്റേറ്റുകളുമായിട്ട് ഷെയർ ചെയ്യണം. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ യൂണിയൻ ലിസ്റ്റിൽ പെടുന്ന ഈ സ്റ്റാമ്പ് ഡ്യൂട്ടി പോലുള്ള ചില ടാക്സുകൾ യൂണിയൻ ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നതെങ്കിലും ആ ടാക്സിൻ്റെ വരുമാനം അതത് സ്റ്റേറ്റുകൾക്ക് എടുക്കാമെന്നാണ്, അത് സെൻട്രൽ ഗവൺമെൻറ്റിന് കിട്ടില്ല. ഇനി അതുപോലെ തന്നെ യൂണിയൻ ലിസ്റ്റിൽ പെടുന്ന പ്രധാനപ്പെട്ട എല്ലാ ടാക്സുകളും, ഇപ്പോൾ ഇൻകം ടാക്സ്, കോർപ്പറേറ്റ് ടാക്സ്, CGST സെൻട്രൽ GST, ഇത്തരത്തിലുള്ള യൂണിയൻ ലിസ്റ്റിൽ പെടുന്ന സെസ്സും സർചാർജും ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാ ടാക്സുകളും കൂടി ഒരു ഗ്രൂപ്പായിട്ടാണ് കണക്കാക്കുക. അതിനെയാണ് നമ്മൾ ഡിവിസിബിൾ പൂൾ എന്ന് വിളിക്കുന്നത്. സോ അപ്പോൾ ഈ ഡിവിസിബിൾ പൂളിൽ ഉൾപ്പെടുന്ന ടാക്സിലൂടെ കിട്ടുന്ന റവന്യൂ, ആ ടാക്സ് കളക്ഷൻ്റെ ചെലവ് മാറ്റി നിർത്തിയിട്ട് ബാക്കി വരുന്ന റവന്യൂ സെൻറ്ററിനും സ്റ്റേറ്റുകൾക്കിടയിൽ ഷെയർ ചെയ്യണം എന്നാണ്. അപ്പോൾ അത് എന്തൊക്കെ ക്രൈറ്റീരിയയുടെ അടിസ്ഥാനത്തിൽ എത്രയൊക്കെ പെർസെൻറ്റേജ് വെച്ചിട്ടാണ് ഷെയർ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ഫിനാൻസ് കമ്മീഷൻ റെക്കമെൻഡേഷൻ്റെ അടിസ്ഥാനത്തിൽ പാർലമെൻറ്റാണ്. സോ അപ്പോൾ അതിനകത്ത് 2 തരത്തിലുള്ള ഷെയറിങ് വരുന്നുണ്ട്. ഒന്ന് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള വേർട്ടിക്കൽ ആയിട്ടുള്ള ഡെവല്യൂഷനാണ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. വേർട്ടിക്കൽ ഡെവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഡിവിസിബിൾ പൂളിനകത്ത് 100 രൂപയാണ് ടാക്സ് ആയിട്ടുള്ളതെങ്കിൽ അതിനകത്ത് എത്ര പെർസെൻറ്റേജാണ് സെൻറ്ററിന്, എത്ര പെർസെൻറ്റേജാണ് സ്റ്റേറ്റുകൾക്ക് എന്ന് പറയും. അപ്പോൾ നമ്മുടെ 15th ഫിനാൻസ് കമ്മീഷൻ അനുസരിച്ച് സ്റ്റേറ്റുകൾക്ക് 41%, സെൻറ്ററിന് 59%. അതായത് ഡിവിസിബിൾ പൂളിനകത്തുള്ള ടാക്സിൻ്റെ 59% സെൻട്രൽ ഗവൺമെൻറ്റിന് എടുക്കാം, 41% സ്റ്റേറ്റുകൾക്ക് കൊടുക്കണം. സോ ഒരു സ്റ്റേറ്റിനല്ല ഇത്, പകരം ഇന്ത്യയിലെ 28 സ്റ്റേറ്റുകൾക്കായിട്ട് ഈ 41% കൊടുക്കണം. അപ്പോൾ ഫിനാൻസ് കമ്മീഷൻ പറയുന്ന രണ്ടാമത്തെ കാര്യം ഇതാണ്, ഈ 41% ഇന്ത്യയിലെ 28 സ്റ്റേറ്റുകൾക്കിടയിൽ ഷെയർ ചെയ്യണം. സോ അപ്പോൾ ആ ഷെയറിങ് എന്തൊക്കെ ക്രൈറ്റീരിയാസിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് പറയും. അതിനെയാണ് നമ്മൾ ഹൊറിസോണ്ടൽ ഡെവല്യൂഷൻ എന്ന് പറയാം. അപ്പോൾ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകൾക്കും ഈ 41%-നെ ഈക്വലായിട്ടല്ല 28 സ്റ്റേറ്റുകൾക്കിടയിൽ ഡിവൈഡ് ചെയ്യാം, ചില ക്രൈറ്റീരിയാസ് വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഈ 15th ഫിനാൻസ് കമ്മീഷൻ വെച്ച് നോക്കുന്ന സമയത്ത് ഇന്ത്യയിലെ ചില സ്റ്റേറ്റുകൾക്ക് ഈ പറയുന്ന ഹൊറിസോണ്ടൽ ഡെവല്യൂഷനകത്ത് ഡിസ്പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഷെയർ കിട്ടുന്നുണ്ട്, ചില സ്റ്റേറ്റുകൾക്ക് അത് വളരെ കുറവാണ്. അപ്പോൾ ഇതാണ് ഇപ്പം നിലവിലുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു അപ്രോക്സിമേറ്റ് ഫിഗേഴ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിന് കേരളത്തിൽ നിന്ന് 1 രൂപ ടാക്സ് ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ഒരു 50 പൈസയാണ് കേരളത്തിന് തിരിച്ച് ഈ ഡെവല്യൂഷനായിട്ടും അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കുന്ന ഗ്രാൻഡിൻ്റെ ഈടായിട്ടും കിട്ടുന്നത്. പക്ഷേ അതേസമയം ബീഹാർ എന്ന് പറയുന്ന സ്റ്റേറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ 1 രൂപ സെൻട്രൽ ഗവൺമെൻറ്റിന് ടാക്സ് ആയിട്ട് കൊടുക്കുമ്പോൾ ഏകദേശം 7 രൂപ അവർക്ക് തിരിച്ച് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അടുത്തുനിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വലിയൊരു വേരിയേഷൻ എമംഗ് സ്റ്റേറ്റ്സ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഈ സെൻട്രലും സ്റ്റേറ്റും തമ്മിലുള്ള ഈ ഡെവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിലവിലുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ അലോക്കേഷൻ ഓഫ് ടാക്സ് റവന്യൂമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ആർട്ടിക്കിൾ 270-ക്കകത്താണ് ഈ ഡിവിസിബിൾ പൂളിനെ കുറിച്ച്, ഡിവിസിബിൾ പൂൾ എന്നുള്ള വാക്കൊന്നും അതിനകത്ത് ഉപയോഗിക്കുന്നില്ല. പക്ഷേ ഇത്തരത്തിൽ സെസ്സും സർചാർജും ഒഴികെയുള്ള ബാക്കിയുള്ള ടാക്സുകൾ സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റുകളുമായിട്ട് ഷെയർ ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഏത് റേഷ്യോയിലാണ് സെൻട്രലിനും സ്റ്റേറ്റിനും ഇടയിൽ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ 41:59 എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഈ 41-നെ എങ്ങനെ 28 സ്റ്റേറ്റുകൾക്കിടയിൽ ഡിവൈഡ് ചെയ്യുന്നതൊക്കെ റെക്കമെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാ 5 വർഷം കൂടുമ്പോഴും ആർട്ടിക്കിൾ 280 അനുസരിച്ച് നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് ഒരു ഫിനാൻസ് കമ്മീഷൻ അപ്പോയിന്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താണ് വെർട്ടിക്കൽ ഡെവല്യൂഷൻ, എന്താണ് ഹൊറിസോണ്ടൽ ഡെവല്യൂഷൻ എന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സോ ഇതാണ് ഈ അലോക്കേഷൻ ഓഫ് ടാക്സ് റവന്യൂവിൻ്റെ കേസിലുള്ളത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു സെസ്, യൂണിയൻ ലിസ്റ്റിൽ പെടുന്ന ടാക്സബിൾ ഐറ്റംസിനകത്ത് സെസ്സും സർചാർജും സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റുകളുമായിട്ട് ഷെയർ ചെയ്യേണ്ട. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ഇപ്പോൾ പുതുതായിട്ട് കുറച്ച് കാലമായിട്ട് ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാക്സ് റേറ്റ് കൂട്ടാതെ സെസ്സും സർചാർജും മാത്രമായിട്ട് കൂട്ടും. ഇപ്പോൾ നമ്മുടെ പെട്രോളിയം പ്രോഡക്ട്സിൻ്റെ ഒക്കെ മുകളിൽ സെൻട്രൽ ഗവൺമെൻറ് കളക്ട് ചെയ്യുന്ന ടാക്സിൽ മെജോറിറ്റിയും സെസ്സും സർചാർജുമാണ്. അപ്പോൾ സെസ്സും സർചാർജുമായിട്ട് കളക്ട് ചെയ്യുന്ന എമൗണ്ട് സ്റ്റേറ്റുകളുമായിട്ട് ഷെയർ ചെയ്യേണ്ടതില്ല. അപ്പോൾ ഇതിൻ്റെ ഒന്നാമത്തെ പ്രശ്നം ഇതാണ്. ഇപ്പോഴത്തെ നമ്മുടെ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഗ്രോസ് ടാക്സ് റെസീപ്റ്റിനകത്ത് 23% വരുന്നത് സെസ്സും സർചാർജുമാണ്. ഇത് ഇവർ സംസ്ഥാനങ്ങളുമായിട്ട് ഷെയർ ചെയ്യേണ്ടതായിട്ട്
ഇല്ല. അപ്പോൾ ഇത് സംസ്ഥാനങ്ങൾക്ക് ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ടാക്കും. മറ്റൊന്ന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓരോ സംസ്ഥാനവും സെൻട്രൽ ടാക്സിലേക്ക് മേക്ക് ചെയ്യുന്ന കോൺട്രിബ്യൂഷനും അവർക്ക് തിരിച്ചു കിട്ടുന്നതും തമ്മിൽ വലിയ ഇതിലുള്ള ഡിസ്പാരിറ്റി ഉണ്ട്. അതുപോലെ തന്നെ സദേൺ സ്റ്റേറ്റുകൾക്ക് ഇപ്പോൾ ഈ പറയുന്ന 15th ഫിനാൻസ് കമ്മീഷൻ അനുസരിച്ച് ഈ ഹൊറിസോണ്ടൽ ഡെവല്യൂഷൻ നടക്കുന്നത് ഒരു 5-6 ക്രൈറ്റീരിയാസിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ ഇൻകം ഡിസ്റ്റൻസ്, അതുപോലെ തന്നെ 2011 സെൻസസ് അനുസരിച്ചിട്ടുള്ള പോപ്പുലേഷൻ, അതുപോലെ ഡെമോഗ്രാഫിക് പെർഫോമൻസ്, ഫോറസ്റ്റ് ആൻഡ് എക്കോളജി, ടാക്സ് എഫേർട്ട് എന്നൊക്കെ പറയുന്ന ക്രൈറ്റീരിയാസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ സ്റ്റേറ്റിനും എത്ര പെർസെൻറ്റേജ് ആണ് കിട്ടുക എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്തൊക്കെ കുറച്ചും കൂടി ബെറ്റർ പെർഫോമിംഗ് ആയിട്ടുള്ള സ്റ്റേറ്റുകളായിട്ടുള്ള സദേൺ സ്റ്റേറ്റുകൾക്ക് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ടാക്സ് പെർസെൻറ്റേജ് കിട്ടുന്ന പെർസെൻറ്റേജ് വളരെ കുറവാണ്. അപ്പോൾ സദേൺ സ്റ്റേറ്റുകളുടെ ഷെയർ കുറയുന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ട്. മറ്റൊന്ന് വേരിഡ് ആയിട്ടുള്ള ഗ്രാൻസ് ആൻഡ് നീഡാണ്. അതായത് ഈ പറയുന്ന ഡിവിസിബിൾ പൂളിൽ നിന്ന് സെൻട്രലിനും സ്റ്റേറ്റിനും ഇടയിലും എമംഗ് സ്റ്റേറ്റ്സിൻ്റെ ഇടയിലും ഷെയർ ചെയ്യണമെന്ന് പറയുന്നത്. അതേപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ് ഈ ഫിനാൻസ് കമ്മീഷൻ റെക്കമെൻഡേഷൻ്റെ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റുകൾക്ക് ഗ്രാൻഡ് ധനസഹായം കൊടുക്കും. ഇതിനെയാണ് നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി ഗ്രാൻഡ് എന്ന് വിളിക്കുക. സോ ഈ സ്റ്റാറ്റ്യൂട്ടറി ഗ്രാൻഡായിട്ട് ഓരോ ഫിനാൻസ് കമ്മീഷൻസും റെക്കമെൻഡ് ചെയ്യും ഇന്ന ഗ്രാൻഡുകളാണ് കൊടുക്കേണ്ടത്. ഉദാഹരണത്തിന് 15th ഫിനാൻസ് കമ്മീഷൻ അനുസരിച്ച് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ്, അതുപോലെ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഗ്രാൻഡ്, സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള ചില ഗ്രാൻഡുകൾ, ഇങ്ങനെയുള്ള ഗ്രാൻഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഗ്രാൻഡുകളൊക്കെ സ്റ്റേറ്റുകൾക്ക് കിട്ടുന്നതും വലിയ രീതിയിലൊരു ഡിസ്ക്രിപ്പൻസി ഉണ്ട്, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഡിഫറൻസസ് ഉണ്ട് എന്നാണ് സ്റ്റേറ്റുകൾ ആരോപിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൻ്റെയൊക്കെ കേസിൽ കേരളത്തിന് ഈ 2020-21 കാലഘട്ടത്തിലൊക്കെ ഈ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡായിട്ട് വലിയ എമൗണ്ട് കിട്ടിയിരുന്നെങ്കിലും പിന്നീട് അത് കുറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ കേരളത്തിൻ്റെയൊക്കെ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഒരു കാരണം അതാണെന്നാണ് പറയുന്നത്. മറ്റൊന്ന് ലാക്ക് ഓഫ് സ്റ്റേറ്റ് പാർട്ടിസിപ്പേഷനാണ്. അതായത് ഇത്തരത്തിൽ സ്റ്റേറ്റുകളുടെ പ്രധാനപ്പെട്ട ഫിനാൻഷ്യൽ റിസോഴ്സസിൽ ഒന്നായിട്ടുള്ള ഈ പറയുന്ന സെൻട്രൽ ടാക്സിൽ നിന്നുള്ള ഡെവല്യൂഷൻ തീരുമാനിക്കുന്ന കാര്യത്തിൽ സ്റ്റേറ്റുകൾക്ക് ഒരു തരത്തിലുള്ള പാർട്ടിസിപ്പേഷനും ഇല്ല. ഇപ്പോൾ ഫിനാൻസ് കമ്മീഷൻ എന്ന കേസിൽ സ്റ്റേറ്റുകൾക്ക് ഒരു റോളും ഇല്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ സ്പേസ് സെക്ടറാണ്. സോ അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഇന്ത്യയുടെ സ്പേസ് സെക്ടറിലുള്ള ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പോളിസിക്കകത്ത് ചില മാറ്റങ്ങൾ വന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 12-നകത്ത് ഒരു ന്യൂസ്, ഒരു ബോക്സ് വാർത്തയായിട്ട് അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഗവൺമെൻറ് അപ്രൂവ്സ് 100% FDI ഇൻ സ്പേസ് സെക്ടർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഈ സ്പേസ് സെക്ടറിലുള്ള FDIയെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് FDI എന്ന് ഫസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. FDI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇന്ത്യയിലുള്ള കമ്പനികളിൽ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള എൻറ്റിറ്റികളിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള വ്യക്തികളോ കമ്പനികളോ എൻറ്റിറ്റികളോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയാം. അപ്പോൾ ഇന്ത്യയിൽ ഇത്തരത്തിൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിന് 3 മാർഗ്ഗമാണുള്ളത്. ഒന്ന് കാറ്റഗറി 1 എന്ന് പറയും. കാറ്റഗറി 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് റൂട്ടിലൂടെ 100% FDI പെർമിറ്റ് ചെയ്തിട്ടുള്ള സാധനങ്ങളാണ് കാറ്റഗറി 1. ഓട്ടോമാറ്റിക് റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സ്ക്രീനിങ്ങും കാര്യങ്ങളൊന്നുമില്ല. ചില മേഖലകളിൽ നേരിട്ട് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് 100% വരെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പറ്റും. കാറ്റഗറി 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് റൂട്ടിലൂടെയുള്ള ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതിന് ഗവൺമെൻറ് അപ്രൂവലും കാര്യങ്ങളൊക്കെ വേണം. കാറ്റഗറി 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ രണ്ടിൻ്റെയും മിക്സാണ്. ഓക്കെ, അപ്പോൾ ഇനി ഇതിനകത്ത് ഈ സ്പേസ് സെക്ടറിലുള്ള ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനകത്ത് റീസെൻ്റ്ലി വന്നിട്ടുള്ള അമെൻമെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ അമെൻഡഡ് പോളിസി അനുസരിച്ച് സ്പേസ് സെക്ടറിനകത്ത് 100% ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അലോ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനകത്ത് 49% വരെ ഓട്ടോമാറ്റിക് റൂട്ടിലൂടെ, അതായത് ലോഞ്ച് വെഹിക്കിൾസ്, അസോസിയേറ്റഡ് സിസ്റ്റംസ്, സബ് സിസ്റ്റംസ്, ഓക്കെ, ലോഞ്ച് വെഹിക്കിൾസ്, അസോസിയേറ്റഡ് സിസ്റ്റംസ്, സബ് സിസ്റ്റംസ്, സ്പേസ് പോർട്ടുകളുടെ ക്രിയേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ 49% വരെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓട്ടോമാറ്റിക് റൂട്ടിലൂടെ അലൗഡ് ആണ്. ഇനി 49% കൂടുതലാണ് ഇങ്ങനെയുള്ള മേഖലകളിലുള്ള ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് എങ്കിൽ അത് ഗവൺമെൻറ് റൂട്ടിലൂടെ പറ്റുള്ളൂ. അതുപോലെ തന്നെ 74% വരെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓട്ടോമാറ്റിക് റൂട്ടിലൂടെ സാറ്റലൈറ്റ് മാനുഫാക്ചറിങ്, ഓപ്പറേഷന്, സാറ്റലൈറ്റ് ഡാറ്റ പ്രൊഡക്ട്സ്, ഗ്രൗണ്ട് സെഗ്മെൻറ്റ്, അതുപോലെ തന്നെ ഇതിൻ്റെ യൂസർ സെഗ്മെൻറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ 74% വരെ ഓട്ടോമാറ്റിക് റൂട്ടിലൂടെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആവാം. 74% കൂടുതലാണെങ്കിൽ അത് ഗവൺമെൻറ് റൂട്ടിലൂടെയോ പറ്റുള്ളൂ. ഇനി ഇതിൻ്റെ ഇത്തരത്തിൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, സ്പേസ് സെക്ടറിലുള്ള ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന്, ഇത് ടെക്നോളജി ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കും. കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുമ്പോൾ കൂടുതൽ ബെറ്റർ ആയിട്ട് ടെക്നോളജി ഡെവലപ്മെൻറ്റ് നടക്കും എന്നുള്ളൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഗ്ലോബൽ കൊളാബറേഷൻ, അതായത് നമുക്ക് കുറച്ചും കൂടി ഗ്ലോബൽ കൊളാബറേഷൻസ് ഉണ്ടാക്കാൻ പറ്റും. മാർക്കറ്റ് എക്സ്പാൻഷൻ, ഇന്ത്യയുടെ കൊമേഴ്ഷ്യൽ സ്പേസ് സെക്ടറിനെ നമുക്ക് കൂടുതൽ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. നമുക്ക് സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ സ്പേസ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അത് സ്ട്രാറ്റജിക് ബെനിഫിറ്റ്സ് ഉണ്ട്. നമ്മുടെ പോളിസി ഇംപ്ലിമെൻറ്റേഷൻസിനൊക്കെ ഇത് സഹായിക്കും എന്ന് പറയാം. ഇനി അടുത്തത് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ഇഷ്യൂസ് ആയിട്ട് പറയുന്നത്, ഒന്ന്, ഈ സ്പേസ് എന്ന് പറയുന്നത് വളരെ
സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സെക്ടർ ആയതുകൊണ്ട് തന്നെ അതിനെ കൃത്യമായിട്ട് റെഗുലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇന്ത്യയുടെ സ്പേസ് സെക്ടറിനകത്ത് നമുക്ക് ആവശ്യമില്ലാത്ത തരത്തിലുള്ള ഫോറിൻ ഇൻഫ്ലുവൻസ് വരാൻ തുടങ്ങും. അപ്പോൾ ഇതിനെ കൃത്യമായിട്ട് റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതൊരു പ്രശ്നമാണ്. റെഗുലേറ്ററി ഗ്യാപ്സ് വരാതെ നോക്കുക എന്നുള്ളൊരു പ്രശ്നമാണ്. മറ്റൊന്ന്, ഈ ഓവർ റിലയൻസ് ഓൺ ഫോറിൻ ഫണ്ടിങ് വരാനുള്ള സാധ്യത ഉണ്ട്. അതായത് നമ്മൾ ഇന്ത്യയുടെ സ്പേസ് സെക്ടറിൻ്റെ ഡെവലപ്മെൻറ്റ് നമ്മൾ വലിയ രീതിയിൽ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തായിട്ട് മാറുമോ എന്നുള്ളൊരു പ്രശ്നവും ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് പ്ലേസസ് ഇൻ ന്യൂസ് ആണ്. അത് ചുഷുലാണ്. സോ ചുഷുൽ എന്ന് പറയുന്നത് ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിലുള്ള ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിൻ്റെ അടുത്തായിട്ട് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബോർഡർ സെറ്റിൽമെൻ്റ് ആണ് ചുഷുൽ എന്ന് പറയുന്നത്. സോ ഈ ലഡാക്കിലെ ലേ ഡിസ്ട്രിക്റ്റിലുള്ള ഒരു വില്ലേജ് ആണ് ചുഷുൽ എന്ന് മനസ്സിലാക്കുക. ഇത് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത് ഒരു ദുർബൂക്ക് തെഹസിൽ എന്ന് പറയുന്നൊരു തെഹസിലുണ്ട്. അത് ചുഷുൽ വാലി എന്ന് പറയുന്നൊരു വാലിയിലാണിത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ പാങ്കോങ്സോ ലേക്കിൻ്റെ സൗത്തിലായിട്ട്, അതുപോലെ തന്നെ സ്പങ്കൂർ ലേക്കിൻ്റെയൊക്കെ വെസ്റ്റിലായിട്ടാണ് ഈ ചുഷുൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ചുഷുലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 1962 ഇന്ത്യ ചൈന വാറിൻ്റെ സമയത്ത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു യുദ്ധം നടന്നിട്ടുള്ള ഒരു ബാറ്റിൽ നടന്നിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ ചുഷുൽ എന്ന് പറയുന്നത്. സോ ഈ ചുഷുലിൽ നിന്ന് ഏകദേശം 5 മൈൽ ഈസ്റ്റ് ആയിട്ടാണ് നമ്മുടെ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ കടന്നു പോകുന്നത്, ഈ ചുഷുൽ വാലിയിലൂടെ കടന്നു പോകുന്നത്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ബാറ്റിൽ ഗ്രൗണ്ട്സ്, അതായത് ഇപ്പോൾ 1962 ഇന്ത്യ ചൈന വാറിൻ്റെ സമയത്ത് ഈ പരംവീർ ചക്രയൊക്കെ കിട്ടിയിട്ടുള്ള ഒരു ഷെയ്ത്താൻ സിംഗ് എന്ന് പറയുന്നൊരു ആർമി കമാൻഡർ ഉണ്ട്. പുള്ളിയുടെ നേതൃത്വത്തിൽ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ബാറ്റിലൊക്കെ ചൈനയ്ക്കെതിരായിട്ട് നടത്തിയിട്ടുള്ള സ്ഥലമാണ് ഈ ചുഷുൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ചങ്താങ് ബ്ലോക്കിൻ്റെ ബ്ലോക്ക് ഹെഡ് ക്വാർട്ടേഴ്സും കൂടിയാണ് ഈ ചുഷുൽ എന്ന് പറയുന്നത്. ഇവിടെ അതേപോലെ തന്നെ വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു ചെറിയ എയർ സ്ട്രിപ്പും കൂടി ഉണ്ടെന്ന് മനസ്സിലാക്കി. ഇന്ത്യക്ക് ഈ ഏരിയയിലുള്ള റീസപ്ലൈ ഒക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എയർ സ്ട്രിപ്പും 1960s തൊട്ട് ഇന്ത്യയോട് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞിരിക്കും. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് ചാനൽസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു ഓൾ.